എനിക്കു മതി യേശുവേ എന്നാളും ഈ ഉലകിൽ. നിന്റെ കൃപ എനിക്കു മതി യേശുവേ എന്നാളും ഈ മരുവിൽ. എനിക്കു നീ കൃപ മതി, കൃപ മതി അക്കരെ ഞാൻ എത്തുവോളവും. എനിക്കു നീ കൃപ മതി, കൃപ മതി അക്കരെ ഞാൻ എത്തുവോളവും. നിന്റെ കൃപ എനിക്കു മതി യേശുവേ എന്നാളും ഈ ഉലകിൽ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭ ഇന്ന് സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥി ഞായർ ആയിട്ടാണ് ആചരിക്കുന്നത്. പുതിയ സ്കൂളുകളിലേക്കും പുതിയ ക്ലാസ്സുകളിലേക്കും പ്രവേശനം ലഭിച്ചിരിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം പ്രാപിപ്പാനും അതിൽ കൂടി ദൈവിക സ്വഭാവം രൂപപ്പെടുവാനും അതോടൊപ്പം സാമൂഹ്യ ദർശനങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാനും വിദ്യ അഭ്യസനത്തിൽ കൂടി ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. T.S. എലിയട്ട് എന്ന കവി തൻ്റെ ഒരു കവിതയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജ്ഞാനം എവിടെ? അറിവെവിടെ? വിവേകം എവിടെ? ഇവയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന കവി പറയുന്നത്. അതുകൊണ്ട് ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. ഉത്സാഹവും ദൃഢനിശ്ചയവും അധ്വാനവും എല്ലാത്തിലുപരിയായി ദൈവാശ്രയവും ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വളർന്നു വിടരുവാൻ സാധിക്കുന്നത്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു എന്ന ഇസ്രായേലിലെ രാജാവായിരുന്ന ശലോമോൻ പറഞ്ഞത് സദൃശവാക്യം 1:7. ഫിലിപ്പ് നേരി എന്ന കോളേജ് പ്രിൻസിപ്പൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിച്ചു വന്നവർക്ക് ഇൻ്റർവ്യൂ നടത്തുകയായിരുന്നു. ഈ സമയം ഒരു യുവാവിനോട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ആർ യുവർ പ്ലാൻസ്? യുവാവിൻ്റെ മറുപടി, ഐ ഹോപ്പ് ടു ടേക്ക് മൈ ഡോക്ടേഴ്സ് ഡിഗ്രി. നേരി തുടർന്ന് ചോദിച്ചു, ആൻഡ് ദെൻ? യുവാവിൻ്റെ മറുപടി, ഐ ഹോപ്പ് ടു ലീവ് കംഫർട്ടബിളി. എനിക്ക് സുഖമായി ജീവിക്കണം. നേരെ വീണ്ടും ചോദിച്ചു, ആൻഡ് ദെൻ? യുവാവിൻ്റെ മറുപടി പ്രകാരമായിരുന്നു, ഐ സപ്പോസ് ഐ മസ്റ്റ് ഡൈ. ഞാൻ മരിക്കും. ഈ ഉത്തരത്തെ തുടർന്ന് നേരി വീണ്ടും ചോദിച്ചു, മരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ചോദ്യം അവൻ്റെ ഉള്ളിൽ തട്ടി. അവൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ മനസ്സിലാക്കി. ഈ ലോക ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുന്നതിനു വേണ്ടി നാം ഓടുന്നു. നാം നേടിയതെല്ലാം കൂടെ കൊണ്ടുപോകുവാൻ സാധിക്കുമോ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായി 16:26. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രതീക്ഷയാണ്, വെല്ലുവിളിയാണ്. ജീവിതത്തിന് വിലയും അർത്ഥവും കണ്ടെത്താതെ ലോകത്തിനു വേണ്ടി ലോകക്കാരെ പോലെ ജീവിച്ചാൽ ഏതുമില്ല എന്ന് മനസ്സിലാക്കണം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവമുള്ളവരായി ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാനാണ്. ജീവിതത്തിൻ്റെ അതിപ്രധാന കാലയളവാണ് വിദ്യാഭ്യാസകാലം. ജീവിപ്പാൻ നമ്മുടെ മുമ്പിൽ വർഷങ്ങളുണ്ട്. സഭാപ്രസംഗി നൽകുന്ന ഒരു ഉപദേശം ഇപ്രകാരമാണ്, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. സഭാപ്രസംഗി പറയുന്നത്, ആരംഭം നല്ലതായിരുന്നാൽ മാത്രമേ അവസാനം ശ്രേഷ്ഠമായിരിക്കൂ. ആരംഭം നല്ലതാകണമെങ്കിൽ സൃഷ്ടാവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ശക്തമായിരിക്കണം. യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന സഭാപ്രസംഗി 12:1 പറയുന്നത്. 12:13 പറയുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കണം, എങ്കിലും ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കണം എന്ന്. നമുക്ക് ജ്ഞാനം നൽകുന്നത് ദൈവമാണ്. സദൃശവാക്യം 2:1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ദൈവിക പരിജ്ഞാനവും അറിവും ലഭ്യമാകുന്നു എന്ന്. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി
നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ശലോമോൻ ചോദിച്ച വരം വിവേകമുള്ള ഹൃദയം ആയിരുന്നു. തുടർന്ന് ദൈവം ശലോമോനോട് പറയുന്നത്, നിനക്ക് ജ്ഞാനവും വിവേകമുള്ള ഹൃദയവും തരുന്നു എന്ന. നിനക്ക് സമനായവൻ മുൻപ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയും ഇല്ല. 1 രാജാക്കന്മാർ 3:12. ജ്ഞാനം മാത്രമല്ല, ശലോമോൻ അപേക്ഷിക്കാത്തതും യഹോവ അവന് നൽകി, സമ്പത്തും മഹത്വവും. ദൈവമാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം. സങ്കീർത്തനം 32:8 ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ജ്ഞാനം നൽകുന്നു. 1 യോഹന്നാൻ 5:14 പറയുന്നത്, ദൈവ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുകയും അവൻ നമുക്ക് നൽകുകയും ചെയ്യും. ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവ ഇഷ്ടപ്രകാരം ഉള്ള പ്രാർത്ഥനയാണ്. ജ്ഞാനം ഉയരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഉയരത്തിനുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും കപടമില്ലാത്തതുമാകുന്നു. യാക്കോബ് 3:17. സൗമ്യതയും നല്ല നടപ്പും ജ്ഞാനത്തിൻ്റെ സ്വർഗീയ പ്രതിഫലനമായി നിൽക്കുമ്പോൾ ഇതിൻ്റെ മറുവശമുണ്ട്. ഈർഷ്യയും ശാഠ്യവും സ്വർഗീയ പ്രതിഫലനത്തിൻ്റെ വിപരീതമാണ്. ഇവ കലക്കവും ദുഷ്പ്രവൃത്തികളും ഉണ്ടാക്കും. ഇന്ന് നമുക്ക് ആവശ്യം സ്വർഗീയ പ്രതിഫലനമായ ഉയരത്തിലെ ജ്ഞാനമാണ്. ആ ജ്ഞാനം പ്രാപിപ്പാൻ ഔദാര്യമായി അവ നൽകുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കാം. യാക്കോബ് 1:5 കർത്താവേ, സ്വർഗീയ പ്രതിഫലനമായ ജ്ഞാനത്താൽ എന്നെയും നിറയ്ക്കണമേ. ആമേൻ. കൃപയിൻ